നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ നാളുകളായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നുവരുന്നത്. ഇതിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോനം വാങ്ചുക്ക് നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു. നിരാഹാര സമരത്തിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സോനം വാങ്ചുക്ക് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ആ സോനം വാങ്ചുക്കിനെ ഇന്നിപ്പോൾ നിർബന്ധപൂർവം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് സമരവേദിയിലെത്തുകയും സോനം വാങ്ചുക്കിനെ തൂക്കിയെടുത്ത് ആംബുലൻസിനകത്ത് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. നിരാഹാരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ദില്ലി പോലീസിന്റെ അപ്രതീക്ഷിതമായ നീക്കം. ദില്ലി പോലീസിന്റെ നീക്കത്തെ ചെറുക്കാനായി CJPയുടെ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും തുണി കൊണ്ട് മറച്ച് വലിയ സുരക്ഷാ സന്നാഹത്തോടുകൂടി പോലീസ് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ദില്ലി പോലീസ് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പകരം അഭിജിത്ത് ദീപ്കെ എന്ന CJP സ്ഥാപകൻ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ വാങ്ചുക്ക് ഈ നിരാഹാര പന്തലിലെത്തിയപ്പോൾ ഈ CJPയുടെ പ്രവർത്തകരും നിരാഹാരമിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ അഭിജിത്ത് ദീപ്കെ തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരാഹാരത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വാങ്ചുക്ക് അകത്തുപോയതോടുകൂടി ദീപ്കെ നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ആ ആവശ്യം പ്രതിപക്ഷവും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 20-ന് അതായത് തിങ്കളാഴ്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നു. സത്യത്തിൽ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് മന്ത്രിസഭാ പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു. ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്നും എടുത്തുമാറ്റാനും ഇരുന്നതാണ്. പക്ഷേ CJPയുടെ ഈ സമരമാണ് മന്ത്രിസഭാ വികസനം മാറ്റിവെക്കാൻ കാരണമെന്നറിയുന്നു. എന്തായാലും പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞയുടൻ മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് മാറ്റിയത്. ഇല്ലെങ്കിൽ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തുകൊണ്ട് സോനം വാങ്ചുക്കിന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുന്നോടിയായി എല്ലാം ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയത് എന്ന് വ്യക്തം. എന്തായാലും CJP അവരുടെ സമരവുമായി മുന്നോട്ടു പോകും എന്നറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റ് പ്രധാനപ്പെട്ട സംഘടനകളുമെല്ലാം സോനം വാങ്ചുക്കിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുകയാണെന്നും സോനം വാങ്ചുക്കിനെ അവഗണിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി താണു വണങ്ങിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. സത്യത്തിൽ ആരാണ് സോനം വാങ്ചുക്ക്? സോനം വാങ്ചുക്കിനെ ഒരിക്കൽ കേന്ദ്ര സർക്കാർ തൂക്കിയെടുത്തതാണ്. അത് മറ്റൊന്നിനുമല്ല, ലഡാക്കിൽ പ്രക്ഷോഭവും കലാപവും ഉണ്ടാക്കിയതിനാണ്. ലഡാക്കിൽ ഒരു വിഭാഗം യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് ജോലിയും മറ്റ് മോഹന വാഗ്ദാനങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയ ഒരു വിദ്വാനാണ് ഈ സോനം വാങ്ചുക്ക്. ഇവരുടെ ആവശ്യമെന്നത് ലഡാക്കിനെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കണം, ലഡാക്കിന് കേന്ദ്രഭരണ പ്രദേശം എന്ന സ്ഥാനം മാറ്റി സംസ്ഥാന പദവി നൽകണം എന്നായിരുന്നു. ലഡാക്ക് 2019 മുതൽ കേന്ദ്രഭരണ പ്രദേശമാണ്. അന്ന് ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിച്ച് ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറ്റുകയായിരുന്നു. ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിനേക്കാൾ വലിയ ഭൂപ്രദേശമാണ് ലഡാക്ക്. മാത്രമല്ല ലഡാക്ക് തന്ത്രപ്രധാനമായ മേഖലയാണ്. ചൈനീസ് അതിർത്തിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയുമൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ലഡാക്ക് തന്ത്രപ്രധാനമായ സുരക്ഷാ കാരണങ്ങളാൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ആ മേഖല സംസ്ഥാനമായി ഇരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഈ രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ സംവിധാനം പ്രകാരം കേന്ദ്ര സർക്കാരിന് സ്വാധീനം കുറയ്ക്കുന്ന നടപടിയാണ്. കേന്ദ്ര സർക്കാരിന് വലിയ സ്വാധീനം ഇപ്പോൾ ആവശ്യമുള്ള കാലഘട്ടമാണ് ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങൾ. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ ലഡാക്കിലും ജമ്മു കാശ്മീരിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടാണ് ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ലഡാക്കിൻ്റെ ഏതാണ്ട് വിസ്തൃതി 59,146 കിലോമീറ്റർ വരും.
അതായത് ഇപ്പോൾ ഇന്ത്യൻ അധീനതയിലുള്ള പ്രദേശങ്ങൾ മാത്രമാണത്. സത്യത്തിൽ ലഡാക്ക് അതിവിപുലമായ പ്രദേശമാണ്. ഇതിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കയ്യേറിയിട്ടുണ്ട്. ആ ഭാഗം പാക് അധീന കശ്മീരിൻ്റെ ഭാഗമാണ്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ലഡാക്ക് ഏതാണ്ട് 1,66,076 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശമാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യക്ക് സ്വാധീനമുള്ളത് 59,146 സ്ക്വയർ കിലോമീറ്ററാണ്. എങ്കിലും ഈ മേഖല അല്ലെങ്കിൽ ഈ വിസ്തൃതി അനുസരിച്ചുള്ള ജനസംഖ്യ ലഡാക്കിലില്ല. ലഡാക്കിലെ ജനസംഖ്യ വെറും 3 ലക്ഷത്തോളമാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യ പോലും വരുന്നില്ല. അത്രമാത്രം കുറച്ച് ജനസംഖ്യ മാത്രമേ ലഡാക്കിലുള്ളൂ. അതിന് അവർക്ക് ഒരു MP ഉണ്ട്. അവരെ പ്രതിനിധീകരിക്കാനായി ലഡാക്കിന് ഒരു ലോക്സഭാ സീറ്റുണ്ട്. അതിനപ്പുറം ഒരു പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സോനം വാങ്ചുക്ക് സമരം ആരംഭിച്ചത്. അവിടെ ഒരു സംസ്ഥാനമായി മാറണമെന്ന് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫെഡറൽ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് അങ്ങനെയായാൽ ചില ഇടപെടലുകൾക്ക് പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് എങ്ങനെയാണ് രാജ്യസുരക്ഷയെപ്പോലും അപകടത്തിലാക്കിക്കൊണ്ട് മമതാ ബാനർജി ഭരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിർത്തിക്കകത്ത് അല്ലെങ്കിൽ രാജ്യാതിർത്തിയിൽ വേലി കെട്ടാൻ പോലും മമതാ ബാനർജി സർക്കാർ ഭൂമി വിട്ടു നൽകിയില്ല. ഇത് രാജ്യസുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം BJP ബംഗാളിൽ ഭരണത്തിലെത്തിയതിനു ശേഷമാണ് അടിയന്തരമായി സൈന്യത്തിന് അതിർത്തികൾ കാക്കാനായി ഭൂമി അനുവദിച്ചു കൊടുത്തത്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ഭരണ പരിമിതികൾ അത് സംസ്ഥാനമായി മാറിയാൽ ഉണ്ടാകും. ഇതറിയാവുന്ന ശത്രു രാജ്യങ്ങളാണ് ലഡാക്ക് പോലെയുള്ള മേഖലകൾ പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക് വരണമെന്നാഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ശത്രു രാജ്യങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനാണ് ഏതാനും ചില യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക്ക് ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തത്. സോനം വാങ്ചുക്കിനെ അന്ന് തന്നെ കേന്ദ്ര സർക്കാർ പൊക്കിയെടുത്തതാണ്. രാജസ്ഥാനിലെ ജയിലിലേക്ക് മാറ്റിയിരുന്നു. കുറേ കാലം അവിടെ ദേശീയ സുരക്ഷാ നിയമമനുസരിച്ച് തടങ്കലിലായിരുന്നു. പിന്നീട് താൻ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊന്നും നടത്തില്ല, ജനാധിപത്യപരമായ സമരം മാത്രമേ നടത്തുകയുള്ളൂ, യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കലാപം നടത്തുകയില്ല എന്ന് എഴുതി ഒപ്പിട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ഏകാന്ത തടവിൽ നിന്നും സോനം വാങ്ചുക്കിനെ പുറത്തുവിട്ടത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഇയാൾ ഈ CJP പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജന്തർ മന്ദറിലെ സമരം. CJPക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകളാണോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ സമരത്തെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സർക്കാർ ആണെങ്കിൽ വളരെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ സമരാനുകൂലികളുടെ ആവശ്യത്തെ തള്ളിക്കളയുകയുമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയോ പ്രശസ്തിയോ ലഭിക്കുന്നില്ല. എന്തായാലും ഇതുവരെയും ജന്തർ മന്ദറിലെ സമരം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. സോനം വാങ്ചുക്കിന്റെ ഇടപെടലോടുകൂടി ഇപ്പോൾ ജന്തർ മന്ദറിലെ സമരം മറ്റൊരു ദിശയിലേക്ക് മാറി. അതുകൊണ്ടാണ് ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ദില്ലി പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആദ്യമായി ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വാചകം, ആ വാചകം വളച്ചൊടിച്ചുകൊണ്ടാണ് CJP എന്ന ഒരു പ്രസ്ഥാനം മുഖ്യധാരയിലേക്ക് വരുന്നത്. അതായത് ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം പാറ്റകളെ പോലെയാണെന്നും പരാന്നഭോജികളാണെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് വരുത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രചരണം ഇന്ത്യയിലെ സംവിധാനങ്ങൾക്കെതിരെ CJP തുടങ്ങിയത്. അതായത് ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കവേ ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ CJPക്ക് വലിയ പ്രതികരണം ലഭിക്കുന്നുവെന്നും കൃത്രിമമായി ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രത്യക്ഷത്തിൽ CJP നടത്തിയ മീറ്റിങ്ങുകളും സമരങ്ങളുമെല്ലാം വൻ പരാജയമായി മാറുകയായിരുന്നു.